ഹലോ ഹൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഞാൻ ഈ ഷൈക്കായും അമ്പുട് കുഞ്ഞും കൂടെ ഷൈക്കയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണ് കേട്ടോ. ഷൈക്കയുടെ ഫ്രണ്ടിനേക്കാൾ ഉപരി എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലും കൂടി ആയിരുന്നു കേട്ടോ ഞാൻ. കാരണം ഷൈക്കയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ദേ നമ്മൾ ഒത്തിരി നാൾ കൂടി അവരെ കാണാൻ പോകുന്ന ഒരു സന്തോഷത്തിലാണ് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ഇങ്ങനെ ദുബായിൽ നിന്നും അവരോട് യാത്ര പറഞ്ഞു വന്നപ്പോൾ ഇനി ഒരിക്കലും കാണാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാതെ നമ്മളിതേ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടാണ് കേട്ടോ. അപ്പം നമ്മളാണെങ്കിലും ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ എത്തി വന്നതേ അവിടുത്തെ അയാൻകുട്ടതേ നമ്മുടെ അമ്പുടുവിനോട് ഭയങ്കര കൂട്ടായിട്ട് കണ്ടതേ ഭയങ്കര സന്തോഷമായി ഓടി വന്ന് എന്നെ ഹഗ്ഗൊക്കെ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു പിന്നെ അവിടെ നടന്നത്. അമ്പുടുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇത് ഓടി വന്ന് പുള്ളിയാണെങ്കിൽ എല്ലാ ടോയ്സും കാര്യങ്ങളൊക്കെ അമ്പുടുവിന് കളിക്കാനായിട്ട് എടുത്തു കൊടുത്തു കേട്ടോ. അമ്പുടും അയാൻകുട്ടനത് അപ്പം നല്ല കൂട്ടായിട്ടോ. അത് കഴിഞ്ഞപ്പോഴേ ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അവരാണെങ്കിൽ ആദ്യത്തെ പിടിച്ചിട്ട് അപ്പം നമ്മുടെ അമ്പുടും ആണെങ്കിൽ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നിലത്തിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആണെങ്കിൽ സിൽന പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം, നീ കഴിച്ചോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനതേ അയൂട്ടനും അമ്പുടും കളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാനും ഇക്കായും ഫ്രണ്ടെല്ലാം കൂടി കൂടിയിട്ടാണെങ്കിൽ ഇതേ ഫുഡ് കഴിക്കുന്ന കലാപരിപാടിയാണ് കാണുന്നത് ഗൈസ്. അപ്പോൾ എന്താ പറയുക, ബീഫ്, മുട്ട പൊരിച്ചത്, അങ്ങനെ പല പല സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കാണെങ്കിലും മോരുകറി മാത്രം കേട്ടോ ഞാൻ എടുത്തുള്ളൂ. കാരണം എനിക്കങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതേ അമ്പുടുവിനെയും കൊണ്ട് അവർ പുറത്തിറങ്ങിയിട്ടോ. ജസ്റ്റ് ഇതേ അമ്പുടുവിനെയും അയൂട്ടനെയും ഷൈക്ക ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്പുടുവിനാണെങ്കിൽ സൈക്കിളിൽ കയറിയത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറച്ച് നേരം അതിലൂടെ ഇങ്ങനെ ഓടിച്ചൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോഴത്തേനും എന്തേ ഞങ്ങളാണെങ്കിൽ റൂമിലോട്ട് വീണ്ടും അങ്ങനെ എല്ലാവരും കൂടി ഒരിക്കൽ കണ്ടുമുട്ടിയതിന് ഭയങ്കരമായൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും ഇനി കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വർത്താനം എല്ലാം പറഞ്ഞ് കുറച്ച് നേരം പിള്ളേരെയൊക്കെ ആയിട്ട് കളിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു.